നമ്മൾ ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ട് 4 വർഷത്തിന് മേലെയായിട്ടോ. ഇപ്പോഴും ഈ വീടിൻ്റെ ഓരോ സൈഡിൽ നിന്ന് ഒതുക്കിയും പറക്കിയും അടക്കിയും ഒരു പണി തീരാത്ത വീട് പോലെ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മടി ഒഴിച്ചു നിർത്തിയ നമ്മുടെ ചാനലിന് കണ്ടന്റിൻ്റെ ക്ഷാമൊന്നും വരാറില്ല കേട്ടോ. അവിടെ ഇവിടെയും ഒതുക്കലും ചെടി നടലും ഒക്കെ ആയിട്ട് എൻ്റെ ഫാമിലിയിലത്തെ ആൾക്കാർ കാണാൻ കുതിക്കുന്നതും അതുപോലത്തെ കാഴ്ചകളൊക്കെ തന്നെയാണ്. ഇന്നും നമ്മുടെ ചാനലിൽ ഇത്രയും കാഴ്ചകളൊക്കെ തന്നെയാണ് ഉള്ളത് കേട്ടോ. ഒരു പക്ഷേ ഈ ഒരു റൂറൽ ഏരിയയിൽ എന്നെ പിടിച്ച് നിർത്തുന്നതും അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് എന്നെ സഹായിക്കുന്നതും ഈ ഒരു തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് നിങ്ങൾ ചാനൽ കണ്ട് നിങ്ങൾ അഭിപ്രായം പറയുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും മാത്രമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒന്നും ചെയ്യാനില്ലാതെ മുരടിച്ച് പോവില്ലേ എൻ്റെ ദിവസങ്ങളിൽ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഒന്നും ചെയ്യാനില്ലാതെ യൂട്യൂബിലത്തെ കോണ്ടന്റ് ക്രിയേഷനും ഒക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലത്ത് തന്നെ എണീറ്റ് ജിമ്മിനൊക്കെ പോയി വന്ന് ചെറിയൊരു ചായയൊക്കെ കുടിച്ച് ഞാൻ അതിനെക്കുറിച്ചിരുന്ന് ആലോചിക്കുകയായിരുന്നു. എനിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനുള്ള കാരണം കൊണ്ടല്ലേ. ഇവിടെ ആരും ഇല്ലാഞ്ഞിട്ട് കൂടി ഭാഗ്യനും ശ്രീകുട്ടനും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാണ്. എന്നിട്ട് കൂടി എനിക്ക് എൻ്റേതായ ലോകത്ത് ഒരു കണ്ടെയ്ൻമെൻറ്റോട് കൂടെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് ആശ്വസിച്ച് ജീവിക്കാൻ പറ്റണതെന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല ബോറടി വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ ക്യാമറ എടുത്ത് അങ്ങനെ ഇറങ്ങും. അങ്ങനെ ക്യാമറയിൽ എന്തൊക്കെ പകർത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ആ ജേണലിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്നെൻ്റെ കൂടെ ശ്രീകുട്ടനുണ്ട്. ശ്രീകുട്ടപ്പം പഴയ പോലെയല്ല, നേരത്തിന് ഫുഡ് കൊടുത്തില്ലെങ്കിൽ പുള്ളിക്കാരൻ എന്നെ പിടിച്ച് തിന്നും. അത് കാരണം അവന് മീൻകറിയും ചോറും വെച്ചിട്ടാവാന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്. കാരണം ഇന്ന് നമ്മുടെ പരിപാടികൾ മുഴുവൻ പുറത്താണ് കേട്ടോ. ഗാർഡനിൽ കുറച്ച് അൽത്തുപുലത്ത് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പതുക്കെ ഒരു പാട്ടൊക്കെ കേട്ട് നമുക്കിന്ന് മീൻ കൂട്ടാനും മീൻ വറുത്തതും മാത്രം ഉണ്ടാക്കി ഒരു ചോറും വെച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടായിരുന്നു. നമ്മൾ ഇരുമ്പ് കത്തികൾ ഉപയോഗിക്കുമ്പോൾ അതുമത്തെ തുരുമ്പ് നമ്മുടെ വയറിൽ പോയിട്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ടെന്ന്, സ്പെഷ്യലി നമ്മുടെ കിഡ്നിക്കും ലിവറിനും ഒക്കെ. അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നും ഇപ്പോൾ കാലത്ത് എണീറ്റിട്ട് നമ്മുടെ കത്തികൾ മൊത്തം ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഉരച്ച് അതുമത്തെ തുരുമ്പൊക്കെ കളയും കേട്ടോ. നമ്മൾ കത്തികൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അതുമ തുരുമ്പ് വരില്ല അത്രേ. നമ്മുടെ ചുറ്റും നമ്മൾ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും നമുക്കറിയാം. പക്ഷേ അത് ചെയ്യാനായിട്ട് നമ്മൾ മുതിരാറുണ്ടോ? ഇല്ല. അത് വേറൊന്നും കൊണ്ടല്ല. ഒന്നാമത്തേലും ഒരു സൈക്കോളജിക്കൽ നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത് ദൈവം അങ്ങനെയാണ്. എപ്പോഴും കത്തിയെടുക്കുക എന്നിട്ട് അത് ഡ്രൈ ആക്കി വെക്കുക എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്യില്ല. കാരണം എപ്പോഴും ഇത് എടുക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ച് നമ്മുടെ മൈൻഡിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ വന്ന് അസുഖങ്ങളൊക്കെ വരും എന്ന് കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അതിനു വേണ്ടി മുതിരുക അല്ലേ. എന്നാലും ഞാൻ മറക്കൂട്ടോ ഇതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് വെക്കാൻ വേണ്ടിയിട്ട്. കഴുകി വൃത്തിയാക്കിയാൽ പിന്നെയും ചെയ്യും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പ്രോസസ്സുകളൊക്കെ മറക്കും. പക്ഷേ ഇന്നിപ്പോൾ ഞായറാഴ്ചയായ കാരണം കൊണ്ടേ ഞാൻ വിചാരിച്ചു ഇവൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് തുടച്ച് ഡ്രൈ ആക്കി വെക്കാമെന്ന്. വല്ലപ്പോഴൊക്കെ ആവാലോ എന്ന്. എൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ കത്തിയാണ് കൂടുതലും ഉണ്ടാവുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ സ്റ്റീലിൻ്റെ കത്തി ഒരെണ്ണം ഉണ്ട്. അത് നമ്മുടെ കുക്കിങ്ങിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു കല്ലുണ്ടല്ലോ അത് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ കത്തിയൊക്കെ മുറിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ കത്തി കാണാണ്ട് ഒളിപ്പിച്ച് വെക്കണം, എസ്പെഷ്യലി ഭാഗ്യനും ചേട്ടന്മാരും. ഇവിടുത്തെ കൃഷി ആവശ്യത്തിന് ഞാൻ കറിക്കേരി എന്ന കത്തിയാണ് എടുത്തിട്ട് പോവുക. ഞാൻ എന്നിട്ട് അന്വേഷിക്കുമ്പോൾ ഒരൊറ്റ കത്തി പോലും ഈ വീട്ടിൽ കാണാണ്ടാവില്ല. ഭാഗ്യനാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കാറിലിടും അല്ലെങ്കിൽ പറമ്പിൽ എവിടെയെങ്കിലും ഇടും. ഈ ചെറിയ കത്തിയൊക്കെ പറമ്പിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പറ്റുമോ? നമ്മുടെ പറമ്പിലത്തെ മണ്ണാണെങ്കിൽ നല്ല കറുത്ത മണ്ണും. അപ്പോൾ എല്ലാ മാസവും ഗ്രോസറി ആയിട്ട് മേടിക്കാൻ പോകുമ്പോൾ ഒരു കത്തി മേടിക്കൽ എൻ്റെ ശീലമായിട്ടുണ്ട്. ഇപ്പോൾ പൂളിക്കാടിൻ്റെ കത്തിയാണ് എൻ്റെ വീട്ടിൽ എല്ലായിടത്തും ഉണ്ടാവുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സാധനത്തിന് കിട്ടും. പിന്നെ കുറേയൊക്കെ അങ്ങ് മണ്ണിൻ്റെ ഇടയിൽ പോകുന്നു തോന്നണു കേട്ടോ. അങ്ങനെ കത്തിയൊക്കെ മുറിച്ച കൂട്ടലൊക്കെ കഴിഞ്ഞ് നമുക്കിനി ബാക്കി നമ്മുടെ മീൻ കൂട്ടാനിലേക്ക് കിടക്കാം. അപ്പോഴാണ് ശ്രീകുട്ടൻ പാൻ കേക്ക് വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായത്. ഞായറാഴ്ച ദിവസങ്ങളിലാണ് നമ്മൾ മീൽ പ്രിപ്പ് ചെയ്യുക കേട്ടോ. ചിലപ്പോൾ തിങ്കളാഴ്ചയാവും ഞാൻ പ്രിപ്പറേഷൻസ് കുക്ക് ചെയ്ത് വയ്ക്കുക. പ്രിപ്പറേഷൻസ് ചെയ്യുന്നതൊക്കെ ഞായറാഴ്ചയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ വെള്ളത്തിലിട്ട് വെക്കും. നമ്മൾ ചെറുള്ളി എപ്പോഴും വെള്ളത്തിലിട്ട് വെച്ചിട്ട് തൊലി പൊളിച്ച് കളയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടിച്ചും പോരും ചെയ്യും, കണ്ണിന് വെള്ളം വരില്ല. സവോള അങ്ങനെ അരിഞ്ഞു വെച്ച് നോക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഈ മീൽ പ്രിപ്പ് ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒക്കെ വിദ്യകൾ നമ്മളിങ്ങനെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. തൊലിച്ച് വെച്ച ഉള്ളി എന്ന് പറയില്ലേ, നമ്മുടെ ഇവിടെ തൊലിക്കുക വെച്ചാൽ തെറിയ മീൻസ് നമുക്കിവിടെ പൊളിക്കല അല്ലെങ്കിൽ തൊണ്ട് കളഞ്ഞാന്ന് പറയും. ഇതിന് തൊണ്ട് എന്ന് പറയും. തൊണ്ട് കളഞ്ഞ ഉള്ളി എന്നാ പറയാ. ഇവിടെ തൊലിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്കിച്ചിരിക്കില്ലേ, അതിനെയാണ് ചോദിക്കുക. ഞാനിപ്പോൾ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കാറുണ്ട് കേട്ടോ. ചില ചാനലിൽ ചില നാട്ടിലുള്ള ചേച്ചിമാർ ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചത് എന്ന് പറയുമ്പോൾ ദൈവമേ
അതുപോലെ ഓരോ നാട്ടിലും ഓരോരോ ഭാഷകളല്ലേ. നമുക്കിതെന്തായാലും നിർത്തിയാക്കിയിട്ട് ഞാൻ വിറച്ചു തുടങ്ങി. കാലത്ത് നേരത്തെ സമയത്തിന് ഭക്ഷണം കഴിക്കേണ്ടായപ്പോഴേ. അപ്പം നമുക്കിതേ മീൻകൂട്ടാൻ വെച്ച് ശ്രീകുട്ടന് ചോറ് കൊടുക്കണം. ശ്രീകുട്ടൻ്റെ പരീക്ഷയാണ് അടുത്ത മാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഠന കാര്യത്തിലാണ് പുള്ളി. പിന്നെ പഠിച്ചതല്ല പണിയേ. അടുത്തതേതാ? എഴുതി പഠിച്ചോളാം, എഴുതിപ്പിക്കൂട്ടാ. ഹിന്ദിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ്. അത് കാരണം ഞങ്ങൾക്ക് ഹിന്ദി കുറേ നേരം ഇരുന്ന് പഠിക്കണം. ഹിന്ദി എന്ന് പറഞ്ഞാൽ തന്നെ ശ്രീകുട്ടൻ അയ്യോ അമ്മ എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഹിന്ദി പഠിക്കാനായിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ എഫേർട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ആൾ ആൻസർ. പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ളത് ആ കഷ്ണങ്ങൾ അരിഞ്ഞിരുന്നുണ്ട്. ഈ അരിഞ്ഞരാൻ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. അടുക്കളയിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സഹായിക്കാൻ പുള്ളിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും പുറത്ത് എന്തെങ്കിലും പരിപാടി ഉണ്ടല്ലോ, ഈ മണ്ണ് പറ്റണ പരിപാടി, അതിനൊന്നും ആളെ വിളിച്ചാൽ കിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാറുണ്ട് ചില കാര്യങ്ങൾ. കാരണം എന്നെ ഇവിടെ സഹായിക്കുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് ശ്രീകുട്ടനാണ്. ഭാഗ്യന് ഇവിടെ എൻ്റെ കൂടെ ഉണ്ടാവാറേയില്ല. ഉണ്ടെങ്കിൽ തന്നെ ആൾക്ക് ഇവിടുത്തെ നാട്ടുകാര്യങ്ങളും ഒക്കെ ആയിട്ട് ആൾ ബിസി ആയിരിക്കും. നമ്മുടെ കൂടെ കൂടുന്നത് വളരെ കുറവാണ്. പിന്നെ എങ്ങോട്ടെങ്കിലും പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഭാഗ്യം ജോയിൻ ചെയ്യാറ് കേട്ടോ. പക്ഷേ ശ്രീകുട്ടനെ ഞാൻ അങ്ങനെ അല്ലാണ്ട് പഠിപ്പിക്കാറുണ്ട്. കാരണം ഈ പറഞ്ഞ പരാതികൾ ഭാവിയിൽ അവൻ്റെ ഭാര്യ അവനോട് പറയാൻ പാടില്ലല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ പുള്ളിക്ക് എന്താ പറയുക, പാൻ കേക്ക് വേണമെന്ന്. അപ്പോൾ ഞാൻ പറ്റിച്ചു ആളെ. നമ്മുടെ മുട്ടയിൽ കുറച്ച് മൈദയും പഞ്ചസാരയും ഉപ്പിട്ടിട്ടൊന്ന് കലക്കും, എന്നിട്ട് ഞാൻ പാൻ കേക്കാന്ന് പറഞ്ഞ് പുള്ളിക്ക് കൊടുക്കും. ഇത് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കാമെന്ന് എനിക്കറിയാം കേട്ടോ. പക്ഷേ തേൻ കൂട്ടി കഴിക്കണം. അവിടെ ഇഷാനോ ആളുടെ കൂട്ടുകാരനെ ഏതോ ഒരാൾ കൊണ്ടുവന്നു, അതുപോലെ ഒന്ന് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ 2 എണ്ണം ഞാൻ ആൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി കൊടുത്തതാണ്. കഞ്ഞിയിൽ നിന്ന് കാര്യം ഒതുക്കാമെന്ന് വിചാരിച്ച എന്നെ കൊണ്ട് അവൻ പാൻ കേക്ക് വരെ ഉണ്ടാക്കിച്ച്. പിന്നെ തേനൊക്കെ നമ്മുടെ വീട്ടിൽ സ്റ്റോക്കാണ് കേട്ടോ. നമ്മുടെ ഇവിടെ കാട്ടുതേനാണ് നമ്മൾ ഉപയോഗിക്കുക. നമുക്കിവിടെ ട്രൈബൽസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചേട്ടന്മാർക്ക് കാട്ടിൽ പോകാനുള്ള അനുവാദം ഉണ്ട്. അപ്പോൾ അവർ കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തേൻ നമുക്കിതുപോലെ ലിറ്റർ കണക്കിനായിട്ട് വിൽക്കും. നമ്മളപ്പോൾ നമ്മുടെ കടയിൽ കൊണ്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കടയിൽ തേൻ ഉണ്ടാവാറുണ്ട്, മിക്കതും നല്ല കാട്ടുതേൻ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തേനെടുത്ത് നമ്മുടെ ദോശയിൽ ഒഴിച്ചു കൊടുത്ത് പുള്ളിക്ക് കൊടുത്തു. 1.5 ദോശ ആൾ കഴിച്ചു, പിന്നെ ബാക്കിയുള്ളത് ഭാഗ്യം കഴിച്ചു. അപ്പോൾ നമുക്ക് മീൻകൂട്ടാൻ വെക്കാം. മീൻകൂട്ടാനിൽ അങ്ങനെ വലിയ സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റി കുറച്ച് തക്കാളി അടിച്ചൊഴിച്ച് അതിൽ നമ്മുടെ മീൻ കഷ്ണം ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മീൻകൂട്ടാനായിട്ടുണ്ട്. ഞാൻ എന്നും ഒരേ രീതിയിലാണ് കറികൾ വയ്ക്കാറുണ്ടായത്. പിന്നെ ഈ പരീക്ഷണങ്ങൾക്ക് മുതിർന്നു തുടങ്ങിയത് നമ്മുടെ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ചേച്ചിമാർ പല കറികളും വെക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ. ഇത്തിരി ചൂന്യമുളകും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്തുണ്ട്, നമ്മുടെ അടുക്കള വാതിലേക്ക് ഉണ്ട് ചൂന്യമുളക്. അതുമ്പോൾ പഴുത്ത് നിൽക്കുന്ന കണ്ടപ്പോഴേ പൊട്ടിച്ചിട്ടതാ. ചാറൊന്ന് തിളക്കിനേക്കാളും മുന്നേ കുറച്ച് കുടംപുളിയും കൂടി ഇട്ട് ഒന്ന് വേവിച്ച് നമ്മുടെ എണ്ണയൊക്കെ വെന്ത് വരുമ്പോൾ, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ മീനും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻ വറുത്തതും മീൻ കറിയും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ കാര്യം അതോടെ അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ തന്നെ വീട്ടിലുള്ള സമയത്ത് ഇപ്പോൾ വേറെ ആരും വീട്ടിൽ കഴിക്കാൻ വരുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലെ ഹസ്ബൻഡോ നമ്മുടെ എന്നും കഴിക്കുന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കൽ പൊതുവേ കുറയൂലേ. നമുക്ക് വേണ്ടി മാത്രം എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊരു ബാധ്യതയായിട്ട് മാറാറുണ്ട്. ആ കൂട്ടത്തിൽ തന്നെയാണ് ഞാനും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും സൺഡേ അല്ലേ, ശ്രീകുട്ടനൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് മീൻ വറുത്തതും വെച്ചതും ഒക്കെ. പിന്നെ ഇന്നലത്തെ കറികൾ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ടാണ് വേറെ വിപുലമായ സദ്യക്കൊന്നും ഞാൻ മുതിരാത്തത്. ഇന്നലത്തെ കറികളുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ ഇതെന്നെ വെച്ച് നാളെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ ഇത്തിരി അധികം മീൻ കൂട്ടാനൊക്കെ വയ്ക്കും. നമ്മൾ ഇത്തിരി 3 ആൾക്കാരല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ എൻ്റെ ചേട്ടന്മാർക്ക് ഫുഡ് കൊടുക്കാത്ത ശ്രീന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. ചേട്ടന്മാരിപ്പോൾ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നാണ് ഫുഡ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ജിമ്മിന് പോകുന്ന കാരണം കൊണ്ടും പിന്നെ ഷോർട്സ് ഇടേണ്ട കാരണം കൊണ്ടും ചാനലിൽ ലോങ് വീഡിയോ ഇടേണ്ട കാരണം കൊണ്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് സമയം പണ്ടത്തേക്കാൾ ഉപരി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ എനിക്ക് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ സമയം ഉണ്ടാവാറില്ല. മാത്രമല്ല ഇപ്പോൾ അവരെന്നും നമുക്ക് പണിക്ക് വരുന്നില്ല. വാഴയൊക്കെ വെട്ടിയല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ വാഴയൊക്കെ വെച്ച് തുടങ്ങുമ്പോൾ സ്ഥിരമായിട്ട് പണി വരുമ്പോൾ ഞാൻ വീണ്ടും ഫുഡ് ഉണ്ടാക്കി തുടങ്ങും. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഭാഗ്യൻ, അതൊന്ന് വൃത്തിയാക്കി. പിന്നെ നമ്മുടെ ഇന്നത്തെ കറികളായിട്ടുള്ള മീൻ കൂട്ടാനും മീൻ വറുത്തതും പിന്നെ നമ്മുടെ കോവക്കായ ഉപ്പേരി ഉണ്ടായിരുന്നു. ഇന്നലെ പരിപ്പ് കറി വെച്ചതിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല അച്ചാറുകൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായില്ലേ, ഒരു 8 തരം അച്ചാർ അതുണ്ട്. പിന്നെ എന്തിനാ വേറെ കറികൾ. ഇപ്പോൾ വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെ എൻ്റെ പ്ലേറ്റിൽ ഉണ്ട് കേട്ടോ. ഒന്ന്
ഇത് എനിക്ക് മാത്രമുള്ള ചോറല്ല കേട്ടോ, നമ്മുടെ ശ്രീകുട്ടനും കൂടിയുള്ള ചോറാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക. ഇപ്പം സത്യം പറഞ്ഞാൽ ഉച്ചയായിട്ടില്ല കേട്ടോ, അന്നാ കാലത്തും അല്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പതുക്കെ പുറത്തേക്ക് ഇറങ്ങട്ടെ കേട്ടോ. ഇച്ചിരി ഉച്ചയിൽ വെയിൽ വന്ന സമയമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ വിട്ടുകൊടുത്തില്ല. പതുക്കെ നമുക്ക് കുറച്ച് അൽത്തുകൊലത്ത് പരിപാടികളുണ്ട് ഇവിടെ മുറ്റത്ത് ഞാൻ ഇന്നലെ ഇട്ട തീയുടെ ആ ഒരു അവശിഷ്ടം കണ്ട അവിടെ കിടന്ന് പുകയണത്. മുറ്റം നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടല്ലേ. കഴിഞ്ഞ ദിവസം എനിക്ക് ശാന്തമ്മയും ഞാനും കൂടി വൃത്തിയാക്കിയതാണ് കേട്ടോ. ഈ മുറ്റടിക്കലും വൃത്തിയാക്കലും വ്ളോഗുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ പലപ്പോഴും ഈ ചെയ്ത കാര്യം റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇടാറില്ല. പക്ഷെ പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ കാണാറുണ്ട്, ശ്രീ ഇപ്പോൾ പഴയ പോലെ മുറ്റത്തിൻ്റെ വീഡിയോസും എന്താ പറയുക ഗാർഡനിങ്ങിൻ്റെ വീഡിയോസും ഒന്നും കാണിക്കണില്ല എന്നുള്ള പരാതി. നിങ്ങൾക്ക് ഞാൻ ജോലി ചെയ്യുന്നത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ വരുന്നതെന്ന് പറയാനുണ്ട്. നമ്മളങ്ങനെ ആരും മോട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മൾ ജോലി ചെയ്യരുത് കേട്ടോ, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവില്ല. എപ്പോഴും നമ്മളിങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ജോലി എടുക്കലായിരിക്കണം. മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് ചെയ്താൽ അതങ്ങനെ ലോങ് ലാസ്റ്റിംഗ് അല്ല എന്നാണ് പറയുക. ഇത് ഞാനൊരു ബുക്കിൽ വായിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ പുല്ലുണ്ട്, ഇത് പറിച്ചാൽ കിട്ടാത്ത പുല്ലാണ്. അപ്പോൾ ഞാനൊരു ഹെർബിസൈഡ് ഇന്ന് കലക്കി തെളിക്കുകയാണ്. ഇത് ചേട്ടന്മാർ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. രഘുവേട്ടൻ ചിലപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് അവരുടെ കയ്യിൽ ഈ മെഷീൻ കൊടുക്കാനും നമ്മുടെ മുറ്റം കൊടുക്കാനും ഇത്തിരി പേടിയുണ്ട്. കാരണം പല സാധനങ്ങളും എനിക്ക് വേണ്ടതായിട്ടുണ്ടാവുകയും അപ്പോൾ ഈ പുല്ല് മാത്രം അങ്ങോട്ട് പോയാൽ മതി, എൻ്റെ ചെടികൾ പോകണ്ട. അങ്ങനെ പുല്ലൊക്കെ അടിച്ച് തെളിച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അടീനിയം പൂത്തിട്ടുണ്ടല്ലോ, അത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന്. അല്ല വലിയ വലിയ പൂക്കളായിട്ട് നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ അല്ലേ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലും ഇതാ ഇതുപോലെ പൂത്ത് തുടങ്ങിയിട്ടോ. അപ്പോൾ എല്ലാ പൂക്കളും വെറൈറ്റിയാണ്, വേറെ വേറെ കളറുകളാണ്. എന്നാൽ പിന്നെ ഇവിടെ ഒരു മേക്ക് ഓവർ ആയാലോ എന്ന് വിചാരിച്ചു. നിങ്ങളുടെ പരാതി അങ്ങോട്ട് കുറയ്ക്കാം. എനിക്ക് ചെറുതായിട്ട് ഒരു എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു ഫീൽ വൈകുന്നേരം ആകുമ്പോൾ കിട്ടുകയും ചെയ്യും. ഈ പരിപാടികളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കുന്നതാണ്. അത് കാരണം കൊണ്ട് ഇങ്ങനെ കുറേ നേരം ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ബോറടിക്കുക, അല്ലെങ്കിൽ എന്നും ചെയ്യേണ്ടതല്ലേ എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ നമ്മൾ കുറച്ച് നാളങ്ങ് നിർത്തി വയ്ക്കും. പിന്നെ ആ വശത്തേക്ക് നോക്കുമ്പോൾ വീണ്ടും ഡബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. അതായത് ഇരട്ടിപ്പണി ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായത്തിനുണ്ടെങ്കിൽ ഈ പരിപാടികളൊക്കെ എന്നും ചെയ്ത് നമുക്ക് ഈ സ്ഥലമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇടാം കേട്ടോ. ഈ ചെയ്ത പണികൾ തന്നെയല്ലേ ശ്രീ വീണ്ടും ചെയ്യുന്നതെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായെന്ന് പ്രതീക്ഷിക്കുന്നു. വെയിലില്ലല്ലോ, അത് കാരണം അടീനിയം പ്രൂൺ ചെയ്ത് നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ വെട്ടിക്കളയാനൊരു മടി. എനിക്കിങ്ങനെ മരം പോലെ നിൽക്കുന്ന അടീനിയങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുത്തെ പുല്ലും ഒന്ന് വെട്ടാം, അടീനിയങ്ങൾ മൊത്തത്തിലൊന്ന് സെറ്റാക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല വെയിലും അതുപോലെ തന്നെ മഞ്ഞും പിന്നെ അത്യാവശ്യത്തിന് വളവും ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ NPK DAP പോലുള്ള വളങ്ങളാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇന്നിപ്പോൾ ശ്രീകുട്ടുള്ള കാരണം കൊണ്ട് ചെടിച്ചട്ടികളൊക്കെ മാറ്റി വെച്ച് തരും. ഈ കൊണ്ടുപോയ ചെട്ടി ഉണ്ടല്ലോ പിങ്ക് കളർ, അതിലത്തെ പോലത്തെ കൊമ്പും ചില്ലകളും വന്നിട്ട് ഇങ്ങനെ പടർന്ന് നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള ഒരു ഏരിയ ആണ്. ഈ ഏരിയയിൽ നമ്മൾ ബാംഗ്ലൂർ ഗ്രാസ് ആണ് വെച്ചിട്ടുള്ളത്. പേൾ ഗ്രാസ് വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമെന്ന് പറഞ്ഞു. പക്ഷേ പേൾ ഗ്രാസിൻ്റെ ഉള്ളിൽ ധാരാളം പുല്ലുകൾ വരും. ഈ പുല്ല് പറിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ എല്ലാ ആഴ്ചയും ആരെങ്കിലും നിർത്തി അല്ലെങ്കിൽ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ പുല്ല് വെക്കുന്നതിൽ വലിയ കാര്യമായിട്ടുള്ള, നിങ്ങൾ നല്ല തിരക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. അതല്ല വീട്ടിൽ ഗാർഡനിങ്ങിൻ്റെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പുല്ല് ഓക്കെയാണ്, നല്ല ഹരിതാപവും പച്ചപ്പൊക്കെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഉഗ്രം പണിയാണ് കേട്ടോ. ഇവിടെ ഈ പുല്ല് വെച്ചെന്നാൽ പിന്നെ ഭാഗ്യന് ഞാൻ ഈ വശത്തേക്ക് കണ്ടിട്ടില്ല. ശ്രീകുട്ടൻ വിളിച്ചാൽ വരും. പിന്നെ ശാന്തമ്മയും ഞാനാണ് ഇതിൽ കഴിക്കുന്ന ആൾക്കാർ. ശാന്തമ്മയ്ക്കാണെങ്കിൽ പുല്ല് ഏതാ, കറുവപ്പുല്ല് ഏതാ, ഈ പേൾഗ്രാസ് ഏതാന്ന് അറിയാത്ത ആരോണ്ട് ഓരോ പുല്ല് വലിക്കുമ്പോഴും എന്നോട് ചോദിക്കും മോളെ ഇത് ചെടിയാണോ, മോളെ ഇത് ചെടിയാണോ എന്ന്. അത് കാരണം കൊണ്ട് ഈ വശത്തേക്ക് ഞാൻ ശാന്തമ്മനെ ഒടിപ്പിക്കാറില്ല. ഇതെൻ്റെ മാത്രം ഉത്തരവാദിത്തമായി മാറി ഇവിടെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിടുക എന്നുള്ളത്. അപ്പോൾ പുല്ല് വെട്ടി പറഞ്ഞാൽ മേടിച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ട് കുറച്ച് പരിപാടികളൊക്കെ അതുമ്മ തീരും. അല്ലെങ്കിൽ നമ്മുടെ കത്രിക വെച്ച് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ഒരു വട്ടം വെട്ടി എന്നിട്ട് അച്ഛൻ്റെ ഒരു സൈഡ് മുഴുവൻ നീര് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളാണെന്ന് തോന്നും. പക്ഷെ അത് ചെയ്തെടുത്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിൽ എന്താ പറയുക ഒരുപാട് എഫേർട്ട് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ എഫേർട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് അത്ര വലിയ അടാറ് സംഭവമൊന്നുമല്ല, പക്ഷെ അത്യാവശ്യം പണിയുള്ള പരിപാടിയാണ്. ഇതാണ് എൻ്റെ പുല്ലുവെട്ടി. ഈ പുല്ലുവെട്ടി ശ്രീകുട്ടം പോലും ഉപയോഗിക്കും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഈ പുല്ലിൻ്റെ ഇടയിൽ നമ്മൾ കൊക്ക്, പ്രാവ്, മയിൽ, മാൻ, ഒട്ടകം എന്നീ
കാട്ടിൽ നിന്ന് പിടിക്കാത്ത സിമെൻറ്റിൽ ഉണ്ടാക്കിയ കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അവരൊക്കെ ഇരിക്കുന്നത് കാണാൻ കേട്ടോ. പക്ഷേ എൻ്റെ ഇടയിൽ സീതാർമുടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടി അങ്ങനെ അങ്ങോട്ട് വളരുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഈ പുല്ല് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ചെടികൾ അതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ അടിയിലുള്ള പുല്ല് കരിഞ്ഞു പോവും, പിന്നെ അവിടെ മൊത്തത്തിൽ ചെതൽ വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് കുറച്ച് നമ്മുടെ പുല്ല് ആ മേളിൽ നിൽക്കണില്ലേ, സൈഡിൽ 4 സൈഡിൽ നിങ്ങൾ നല്ല പച്ചപ്പിൽ പുല്ല് നിൽക്കുന്നുണ്ടല്ലേ, അതുപോലെ ഇട്ട് അത് പുല്ല് പോലെയല്ലേ നിൽക്കണേ, അതുപോലെ ഒന്ന് ഇട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇവിടെ അത്യാവശ്യം നല്ല പൈസ വരും ഇവിടെ പുല്ലിങ് പോലെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാനൊന്ന് വൃത്തിയായിട്ട് കിടക്കാനായിട്ട് ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ പുല്ല് വിരിച്ചാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും പ്രോഡക്റ്റുകൾ, ഇപ്പോൾ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഷോർട്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുമല്ലോ നമ്മുടെ അഫിലിയേറ്റഡ് പ്രോഡക്റ്റുകളുടെ ഒക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ നമ്മൾ ഈ പുല്ല് ഇത്രയധികം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അത് മഴ പെയ്യുമ്പോഴും വെയിൽ കൊള്ളുമ്പോഴും ഒക്കെ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുല്ല് ചുരുണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ വെറുതെ ആവില്ലേ എന്ന് ഞാൻ നമ്മുടെ പുല്ലൂടെ പിടിപ്പിച്ച് തന്നെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് 110 രൂപയൊക്കെ മീറ്ററിനും, അതുപോലെ തന്നെ 55 രൂപ മുതലുണ്ട് അത്രേ. അതിനേക്കാളും നല്ലത് കുറച്ചൊരു മുന്തിയ ഇനത്തിലുള്ള പുല്ല് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 10 വർഷം വരെ നിൽക്കുന്നതാണ് ആൾ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ചെറിയൊരു ആലോചനയുണ്ട്, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ കേട്ടോ. ശ്രീകുട്ടൻ പുല്ല് വെട്ടിത്തരും, ഞാൻ അടിച്ചു വാരും, ഞാൻ പുല്ല് വെട്ടും, പിന്നെ ശ്രീകുട്ടൻ അടിച്ചു വാരും, അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ആ പുല്ല് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അവിടെ മൊത്തത്തിൽ അത് കരിയും, എന്നിട്ട് ആ കരിഞ്ഞ ഭാഗത്ത് ഈ കരിഞ്ഞ പുല്ലിൽ ചെതൽ വരും, അല്ലെങ്കിൽ അത് ചീയും, പിന്നെ ബാക്കി അടിയിൽ കിടക്കുന്ന പുല്ലുകൾ മൊത്തത്തിൽ ചീയും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. വീട്ടിൽ ഏതെങ്കിലും തോട്ടക്കാരോ അല്ലെങ്കിൽ പണിക്കാരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സംഭവം വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു പുല്ല് വെട്ടി, എനിക്ക് ഈ ഒരു പുല്ല് വെട്ടാനായിട്ട് ഭയങ്കര ഉപകാരപ്രദമാണ്. പേൾ ഗ്രാസ് വെട്ടിയെടുക്കാനോ അല്ലെങ്കിൽ പറമ്പിലത്തെ പുല്ല് വെട്ടാനോ ഒന്നും ഇത് കൊള്ളില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു പുല്ല് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് ഈ പുല്ല് വെട്ടീനെ കൊണ്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഫൈനലി ഇത് എല്ലാവിടെയും അടിച്ച് വൃത്തിയാക്കിയപ്പോൾ കണ്ടോ കുറച്ച് പുല്ലുകളൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോയിരിക്കുന്നത് കണ്ടോ. പിന്നെ കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അത് നമ്മൾ നനച്ചു കൊടുത്താൽ എല്ലായിടത്തും നല്ലപോലെ പടർന്നു വരും. പിന്നെ അടിയിൽ കിടക്കുന്ന മണ്ണുണ്ടല്ലോ, അത് നല്ല ഇളക്കമുള്ള മണ്ണാണെങ്കിൽ മാത്രമാണ് ഇത് നന്നായിട്ട് പടർന്നു കയറുള്ളൂ. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെരൽ മണ്ണാണ് കിടക്കുന്നത്, അത് കാരണം കൊണ്ടാണ് അവിടെ ഈ കരിഞ്ഞ രീതിയിലുള്ള പുല്ല് കാണുന്നത്. മാത്രമല്ല നടുവിലായിട്ട് നമ്മളൊരു യൂജീനിയ നട്ടിട്ടുണ്ട്. ആ യൂജീനിയരെ ഷെയ്ഡ് വരുന്ന ഇടങ്ങളിലൊന്നും പുല്ല് അത്ര നല്ല രീതിയിൽ പിടിക്കണില്ല. പിന്നെ യൂജീനിയരെ ഇല എപ്പോഴും പൊഴിഞ്ഞ് വീഴുന്ന കാരണം കൊണ്ട് ആ ഇല കിടന്നിട്ടുള്ള ഭാഗത്തും പുല്ല് കരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പശുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമായി. കണ്ടോ, ഒരു ചാക്കാണ് ഞാൻ വെട്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് വെട്ടാനൊന്നും വലിയ പാടില്ല, നമുക്ക് മെഷീൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെട്ടി തരുന്നുണ്ടായിരുന്നു. നമ്മുടെ വീട് പണിത സമയത്തെ തന്നെ ഇവിടെ പുല്ലും ഗ്രാസും ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി അപ്പോൾ ഉള്ളതാണ് കേട്ടോ ആ മൊയിൽകൂട്ടന്മാരൊക്കെ. അവരൊന്നുകൂടി പ്ലാസ്റ്റർ പാരീസൊക്കെ വെച്ച് സുന്ദരക്കുട്ടപ്പന്മാരാക്കി എടുക്കണം എന്നാണ് വിചാരിക്കണേ. എനിക്ക് ക്രാഫ്റ്റ് വർക്കുകൾ ഇവരുടെ മേലൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സമയം കിട്ടാത്തത് കൊണ്ടും പിന്നെ നമുക്കൊരു മൂഡ് വരണം, അപ്പോഴേ ഇതൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ POP ഒക്കെ വെച്ച് ചെവിയും കണ്ണും മൂക്കൊക്കെ വെച്ച് വെള്ള പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി എടുക്കണം എന്നാണ് വിചാരിക്കണേ. പിന്നെ ഇത് 400-500 രൂപ കൊടുത്തിട്ട് മണ്ണൂത്തിയിൽ പല കടകളിലും കിട്ടും കേട്ടോ. ആ ഒക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്, ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ടെന്ന്, ആ കാണുന്നത് ഇപ്പം ഞാൻ അടിച്ചു വാരിയില്ലേടാ, അത് മുഴുവൻ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കേട്ടോ. അപ്പം അവിടെ നിൽക്കുന്ന റൗണ്ട് അരയിലിയ പോലെ തന്നെ വെക്കാനായിട്ടുള്ള സ്പേസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഷെയ്ഡ് വരുന്ന സ്ഥലങ്ങളായ കാരണം കൊണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് മറ്റേ പോളി കാർബണേറ്റിൻ്റെ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂടിൽ ചില സസ്യങ്ങൾ പിടിച്ച് വരാറുണ്ട്, ചില സസ്യങ്ങൾ പിടിച്ച് വരാറില്ല. അതുമ്മയ്ക്കും നമ്മൾ നമ്മുടെ ഹണി റോസിനും അതുപോലെ തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ചെടി ഉണ്ടല്ലോ, അതിനെന്താ പറയുക, ബ്രൈഡൽ ബൊക്ക, അതും വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ നമ്മൾ നിറയെ ഈ പെബിൾസ് ഇട്ട് കൊടുത്ത് വെക്കുക. അപ്പോൾ ഈ പോളി കാർബണേറ്റിൽ നിന്ന് വീഴുന്ന വെള്ളം ഈ പെബിൾസിലേക്കാണ് വീഴുക. എന്നിട്ട് അതിലെ അങ്ങനെ ഒഴുകി പോകാനായിട്ടൊരു സ്ലോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എനിക്ക് മൊത്തത്തിലൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട്. നമ്മളൊരു ഗാർഡനറുടെ കയ്യിൽ കൊടുക്കണോ അതോ ഞാൻ തന്നെ എൻ്റെ പരിപാടികൾ ചെയ്ത് കാണുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഫൈനലി ആകെ അലങ്കോലമായി വന്ന സ്ഥലത്തെ ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ശ്രീകുട്ടൻ്റെ തല ഇടയ്ക്കിടയ്ക്ക് കാടുപോലെ വളർന്നിട്ട് ഞാൻ ഇടയ്ക്ക് വെട്ടിക്കൊടുക്കില്ലേ നമ്മൾ ബാർബർ ഷോപ്പിൽ പോയിട്ട്, അതുപോലൊരു ഫീൽ എനിക്ക് അവിടെ കണ്ടപ്പോൾ തോന്നിയത്. എന്തൊരു ഉപമാന്നല്ലേ. അങ്ങനെ നമ്മൾ ചെടികൾ എനിക്ക് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ചെടികൾ നടാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ. ഇതായിരിക്കുന്ന ചെടികളാണ് നടാൻ പോകുന്നത്. അതിൻ്റെ പേര് എനിക്ക് കുറച്ച് മുമ്പ് വരെ ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ നമുക്ക് ഇതിനെ കുറേ നാളായിട്ട് വെച്ചാൽ 5-6 മാസമായിട്ട് ആ ചെട്ടിയിലിരുന്ന് കുറേ ഇളകളൊക്കെ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു 5-6 ചെട്ടിയിലാക്കാം. ഞാനിപ്പോൾ അടീനിയം വെക്കാൻ ഉപയോഗിക്കുന്ന ഈ ചെട്ടിയിൽ തന്നെയാണ് ഇതും നടുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബുഷിയായിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് വളർന്നോളും. ഇതും നന്നായിട്ട്
എന്താ പറയുക, നമ്മുടെ ഇത് വേണ്ട ചെടിയാണ്. വെളിച്ചം ഷെയ്ഡ് വേണം, എന്നാൽ വെളിച്ചം വേണം, ഡയറക്റ്റ് വേണ്ട എന്നുള്ള ചെടിയാണ്. അപ്പോൾ അത് അവിടെ സ്യൂട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് ചാണകവും അതുപോലെ തന്നെ നമ്മുടെ ചകിരി ചോറും പിന്നെ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ചെടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ചേച്ചിമാർ കമൻറ്റ് ചെയ്യും, മോളെ ഒരു ഗ്ലൗസൊക്കെ യൂസ് ചെയ്യടാന്ന്. ചിരി നടാനുള്ളൂ ചേച്ചി, അത് കാരണം ഉണ്ടാകും. കൂടുതൽ ചേച്ചിമാരാണ് അങ്ങനത്തെ ഒരു കൺസേണിൽ പറയാം, അവർക്കായിരിക്കും നമ്മളോട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഈ സൈഡിൽ മൊത്തം ചെടികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നാളെ വൃത്തിയാക്കാം. ഈ ചുവന്നുകൊണ്ട് പോകുന്നതേ കുറച്ചാൾ മുമ്പ് നമ്മൾ എവിടുന്നോ ഭാഗ്യന് ഈ ഷീറ്റ് കൊണ്ടുവന്നായിരുന്നു, താഴെ വിരിക്കുന്ന ഷീറ്റ്. അപ്പോൾ അത് ഞാൻ വിചാരിക്കുകയാണ് പുല്ലിൽ ചെടികൾ ഇനി വെക്കേണ്ട, അത് നമുക്ക് ഇവിടെ വെക്കാമെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുറ്റം കാണാൻ നല്ല ഇഷ്ടമാണ്. നമ്മുടെ ഈ ബേബി മെറ്റൽ വിരിച്ചിരിക്കുന്ന കാരണം കൊണ്ട് ഈ മഴ പെയ്ത് കഴിയുമ്പോൾ ഈ ബേബി മെറ്റൽ മൊത്തം അങ്ങ് നനഞ്ഞ് കറുപ്പ് കളറാവും, ടാറിട്ട പോലെ ഒരു ഫീലാവും നമ്മുടെ മുറ്റം. അപ്പോൾ എനിക്ക് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ട, ഇത് മാത്രം മതിയെന്ന്. പിന്നെ ഈ അടിച്ചു വാരലും ഈ മരങ്ങൾ വീണിട്ടുള്ള പരിപാടികളൊക്കെ വിചാരിക്കുമ്പോൾ ഇതൊന്ന് ബാംഗ്ലൂർ ഗ്രാസോ അല്ലെ ബാംഗ്ലൂർ സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും വിരിച്ച് വൃത്തിയാക്കി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ആ ബ്ലോവർ ഉണ്ടല്ലോ, ഇങ്ങനെ എല്ലാം പറന്നു പോണ സംഭവം ഉണ്ടല്ലോ, അത് വെച്ച് ചെയ്താൽ അത് മുറ്റം വൃത്തിയാവുമല്ലോ എന്ന്. കാരണം മുറ്റം വൃത്തിയായി കിടക്കുക എന്നുള്ളത് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. മുറ്റം മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും വൃത്തിയായിട്ട് കിടന്നാൽ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള, അതെന്താ അതിൻ്റെ പിന്നിലുള്ള സൈക്കോളജി ഒന്നും എനിക്കറിയില്ല, നമുക്ക് മറ്റൊരു ജോലി ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ഉന്മേഷം തോന്നാറുണ്ട്. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ബ്രെയിനെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതായിരിക്കാം. എന്തായാലും ഈ കാണുന്ന അഡീനിയം ഓരോ കളറും വ്യത്യസ്തമാണ്, ഒന്നൊന്നിനോട് മാച്ചല്ല കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഇവരെ അഡീനിയം സാധാരണ അഡീനിയത്തുമ്മ നാടൻ അഡീനിയത്തുമ്മയാണ് ഇത് ചെയ്ത് വെക്കുന്നത്, എന്ത് ലെയർ ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് അടിയിൽ നിന്ന് വരുന്ന ചില്ലകൾ നമ്മൾ ഒടിച്ച് കളഞ്ഞില്ലെങ്കിൽ നാടൻ അടീനിയ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ പിങ്ക്, ചുവപ്പ, മഞ്ഞ, ഈ വക പച്ചയൊക്കെ ഉണ്ട്, അതിൽ കളറുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നമ്മളിത് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബാക്കി കുട്ടന്മാരെയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്നും കൂടെ പെയിൻറ്റ് ചെയ്യണം എന്നുള്ള കാരണം കൊണ്ട് ഞാനൊരു മനസ്സോടെയാണ് വെച്ചിട്ടുള്ളത്. ഇനി 2-3 അടീനിയം കൂടെ നമുക്ക് നടാനുണ്ട്. കഴിഞ്ഞ ദിവസം അമ്മയും ഞാനും ചേച്ചിയും കൂടെ അടീനിയം നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ നമ്മുടെ മണ്ണൂത്തിയിൽ ഒരു ഷോപ്പിൽ. അപ്പോൾ 250 രൂപ കൊടുത്തിട്ട് 200 രൂപ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ തൈ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 4 തൈ ഞാനും മേടിച്ചായിരുന്നു. ഉള്ള കളറാണോ ഇല്ലാത്ത കളറാണോ എന്ന് എനിക്കറിയില്ല. 200 രൂപയുള്ള തൈക്ക് എന്ന് പറഞ്ഞപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു 4 മേടിക്കാമെന്ന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഡീനിയം പ്ലാന്റ് എപ്പോഴും പൂ തന്നില്ലെങ്കിലും പൂവുണ്ടാവുന്ന സമയത്ത് ഒരു 6-7 മാസം ഇങ്ങനെ കൊല കുത്തി നമ്മുടെ കണ്ണിന് അത്രയും കുളിർമ തരുന്ന രീതിയിൽ പൂവുണ്ടായി നിൽക്കും. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ചാണകവും അതുപോലെ തന്നെ DAPയും പിന്നെ NPK ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കലക്കി ഒഴിക്കണമെന്നേ ഉള്ളൂ. നല്ല രീതിയിൽ പൂവുണ്ടാവും. പിന്നെ അഡീനിയം നടാനായിട്ടുള്ള ചട്ടികളുണ്ട്, ഇതുപോലത്തെ ബോൺസായി പോലത്തെ ചട്ടികൾ, കുറച്ച് വാവിസ്താരമുള്ള ചട്ടികൾ, ഒട്ടും വെള്ളം നിൽക്കാത്ത രീതിയിൽ വേണം നമ്മൾ നടാൻ വേണ്ടിയിട്ട്. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ മണലാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. എന്നിട്ട് അടിയിൽ ചകിരിച്ചോറൊക്കെ അവരെന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതതിൻ്റെ കടയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു അഡീനിയം 4 പോട്ടിൽ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കയറുന്നിടത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതാണ് എൻ്റെ 4 പുതിയ കൂട്ടത്തിൽ പെടാത്ത അല്ലെങ്കിൽ കൂട്ടത്തോട് കൂടാൻ പോകുന്ന കൂട്ടുകാർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവരും കൂടെ അവിടെ വെച്ച് കൊടുക്കാം. ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ള കാര്യം, എല്ലാതും ചട്ടി മാറി ആ ചട്ടി ഈ കളർ ചട്ടിയൊക്കെയാണ് ആവാറുള്ളത്. ഇത് അറ്റ്ലീസ്റ്റ് ഒരേ കളർ ചട്ടിയിലെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ചട്ടിയെല്ലാം ഒരേ കളറിൽ തന്നെ ആയിരിക്കുന്നത്, ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ്, ചതുരനും വട്ടനും ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഞാൻ മേക്ക് ഓവർ ചെയ്തപ്പോൾ വന്നിട്ടുണ്ടായത്. ഇത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും എൻ്റെ 3-4 മണിക്കൂറിൻ്റെ പരിപാടിയാണ് കേട്ടോ ഇത്. ഒറ്റയ്ക്ക് ശ്രീകുട്ടനാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തതെന്ന് സ്കേറ്റിംഗ് ക്ലാസ് ഉണ്ടാവുന്നു, അതിൻ്റെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോയി. പുതിയതായി നട്ടിട്ടുള്ള ചെടികളെ നമുക്ക് ഇവിടെ വെക്കാം. ആ ഒരു പെബിൾസ് കിടക്കുന്ന സ്ഥലം, അവിടുത്തെ പെബിൾസൊക്കെ മാറ്റി അതിൽ പെയിൻറ് അടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് പെബിൾസ് മാറ്റിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഇടയിൽ നമ്മൾ ബേബി മെറ്റൽ ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അതെടുക്കൽ നിസ്സാര കാര്യമല്ല, എനിക്ക് കുറച്ചും കൂടെ സമയം വേണം. അപ്പോൾ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുള്ളത് ഈ ഒരു ഏരിയ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ടിട്ട് ഒന്നും കൂടെ വൃത്തിയാക്കി പെയിൻറ്റൊക്കെ അടിച്ച് സെറ്റാക്കി കൊടുക്കാം എന്നൊക്കെയാണ് വിചാരിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഭാഗ്യൻ്റെ അഭിപ്രായം കൂടെ അറിയട്ടെ. ഭാഗ്യന് ചിലപ്പോൾ കുറച്ചും കൂടി നല്ല ഐഡിയ വരും. കാര്യം ആൾ ഹെൽപ്പ് ചെയ്യാനൊന്നും വന്നില്ലെങ്കിലും നല്ല ഐഡിയകൾ പറഞ്ഞു തരും കേട്ടോ, മോനെ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ. അപ്പോൾ ഇത് മേടിക്കാനും ആൾ നമ്മുടെ കൂടെ കൂടുകയൊക്കെ ചെയ്യും. നല്ല ഇൻട്രസ്റ്റാണ് മേടിക്കാനൊക്കെ പോകാനൊക്കെ. അങ്ങനെ നമ്മൾ വെച്ച അടീനിയങ്ങൾക്കൊക്കെ നന്നായിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളതിനും വെള്ളം കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ NPK, ഒരാഴ്ച കഴിയുമ്പോൾ DAP, അത് കഴിഞ്ഞ് പിന്നെ ചാണകം, ഒരാഴ്ച കഴിയുമ്പോൾ ചാണകം വെള്ളം പുളിപ്പിച്ചൊഴിക്കുന്ന പരിപാടികളൊക്കെ ആയിട്ട് ഇനി നിറയെ പൂവുണ്ടായിക്കോളും. വൺസ് നമ്മൾ
ചെടികളെ മക്കളെ പോലെ നോക്കിയാൽ മാത്രമേ ഇവർ നല്ല രീതിയിൽ പുഷ്പിക്കുള്ളൂ കേട്ടോ. എൻ്റെ മൈൻഡ് കുറച്ച് ദിവസം മാറിയപ്പോഴേക്കും ഇവർ ഓരോരോ ആൾക്കാരായിട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയായിരുന്നു. പിന്നെ വേഗം ഞാൻ ചെത്തിക്കളഞ്ഞ് അവിടെ നമ്മുടെ സാഫോ അങ്ങനെ എന്തോ ഒരു ഇതില്ലേ അത് വെക്കും. സാഫല്ലടാ, വേറെ എന്തോ ഒരു സാധനം ഉണ്ട്, അതിങ്ങനെ വെക്കും. എപ്പാസം സാൾട്ടാണോ എന്താണെന്നറിയില്ല, അതിങ്ങനെ വെച്ച് ഇങ്ങനെ ഒരു നീല കളറിലുള്ളത് വെച്ച് ഇങ്ങനെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് ചീച്ചലും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ അടീനിയൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയ കാരണം കൊണ്ട് ഇതുപോലെ തന്നെ നോക്കണം. നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തിൽ കസാര ഇട്ടിട്ട് അതിലിരുന്ന് നോക്കുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗാർഡൻ അടിപൊളിയായിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ നമുക്ക് പതുക്കെ ഇനി ശ്രീകുട്ടന് സ്കേറ്റിംഗ് ക്ലാസ് ഉണ്ട്, അവിടേക്ക് പോവാം കേട്ടോ. ഭാഗ്യനെ കാണാനില്ല എന്നുള്ള പരാതി കുറച്ച് ദിവസമായിട്ട് വരുന്നു. ഭാഗ്യം ഭയങ്കര തിരക്കില്ല, ഇലക്ഷനൊക്കെ അല്ലേ, അത് കാരണം കൊണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഭാഗ്യനാണ് നമ്മളെ സ്കേറ്റിംഗ് ക്ലാസ്സിൽ കൊണ്ടുവിടുന്നത്. അങ്ങനെ നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ ടൗണിലേക്കാണ്. ഒരു 4 മണി തൊട്ട് 6 മണി വരെയാണ് നമുക്ക് ക്ലാസ് ഉള്ളത്. 4 മണിക്ക് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 മണിയാകുമ്പോൾ ഇറങ്ങണം. അത്യാവശ്യം നല്ല ദൂരമുണ്ട് നമുക്ക്. അക്വാറ്റിക്സിലായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ തോപ്പ് സ്റ്റേഡിയത്തിലാണ് ക്ലാസ് ഉണ്ടാവാറുള്ളത് കേട്ടോ. ഇവിടെ വരെ വരാൻ വേണ്ടിയിട്ട് 1000 രൂപ ചിലവാന്നും പറഞ്ഞ് ഭാഗ്യൻ എണ്ണി പറക്കി നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് എൻ്റെ അടുത്തുനിന്ന് മാറി ഞാനൊരു മഞ്ചൊക്കെ കഴിച്ച് ശ്രീകുട്ടൻ അവിടെ സ്കേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവനവിടെ എക്സസൈസ് ചെയ്യുന്നതൊക്കെ നോക്കി നിന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അടുത്ത വ്ളോഗിൽ കാണാം. സ്നേഹപൂർവ്വം, ശ്രീജ.